ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് ഞാനിന്ന് പറയാൻ പറ്റില്ല. 40ാമത്തെ എപ്പിസോഡ് ഞാനിന്ന് പറയാൻ പറ്റില്ല. പലർക്കും നമസ്കാരം ഗൈസ്. ഓക്കെ, ജിഷയിലും നോറയും കൂടെ ഒരു ഡെമോ കാണിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് കയറി പിടിച്ചത് എന്നുള്ളത്. ഈ ഒരു ഒനിയിലാണെങ്കിൽ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് നിന്ന് പറയുന്നുണ്ട്, എന്നെയാണ് കൺസെഷൻ റൂമിലേക്ക് വിളിക്കൂ ബിഗ് ബോസ് എന്നാണ് പറയുന്നത്. ഈ ഒരു കണ്ടസ്റ്റൻസിൻ്റെ കൂടെയൊക്കെ എനിക്ക് പോരാട്ടത്തിന് ഈ ഒരു ഗെയിം കളിക്കാൻ താല്പര്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഈ ഒരു വ്യക്തിയാണ് ഒനിയിലാണെങ്കിലും അവിടെ പോയി ഇരുന്ന് കരയുന്നുണ്ട്. ഇമോഷണലി നല്ലതായിട്ട് രീതിക്ക് കരയുന്നുണ്ട്. ഇത്രയും ഒരു അലിഗേഷൻ വന്നാൽ നമ്മളെല്ലാവരും തകർന്ന് തരിപ്പണമായി പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു അനീഷും നൂറിയുമാണ് ഇതിൽ തിരഞ്ഞെടുക്കുന്നത്. ഒരു ചെരുപ്പ് ഫാക്ടറിയിലെ മുതലാളിയും ഈ ഒരു സർക്കസ് നടത്തുന്ന ക്യാപ്റ്റനായിട്ടുള്ള ആ ഒരു വ്യക്തിയുമാണ് തിരഞ്ഞെടുക്കുന്നത്. ആദ്യത്തെ കണ്ടസ്റ്റൻസ് വന്നിട്ട് അനീഷ് വന്നിട്ട് റെനേനെയാണ് നോമിനേഷനിൽ ഇടുന്നത് ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ. ആദില നോറിയാണെങ്കിൽ ഒരു ഒനിയിൽ സാബുവിനെയാണ് നോമിനേഷനിൽ ഇടുന്നത്. പറയുന്നത് എല്ലാവരും കൂടി തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ജിഷിനാണ്. ജിഷിൻ ലാലേട്ടം പിടിച്ച് കുടഞ്ഞതിന് പിന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനുള്ളിൽ ഹൗസിനുള്ളിൽ ഇവർ എല്ലാവരും കൂടെ പണിപ്പുരി പോയിട്ട് സാധനങ്ങൾ പെറുക്കി എടുക്കുന്നതാണ്. 20 സെക്കൻഡാണ് കൊടുത്തിട്ടുള്ളത്. അതിനുള്ള സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ഈ ഒരു നെവിനാണെങ്കിൽ അവിടെ കിടക്കുന്നുണ്ട്. ആ ഒരു 3 സെക്കൻഡിന് ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങുന്നുമുണ്ട്, കറക്റ്റായിട്ട് ടൈമിന് ഇറങ്ങുന്നുമുണ്ട്. അപ്പോൾ അടുത്തതായി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ജയിൽ നോമിനേഷനാണ്. ഒനീലിൻ്റെ ആ ഒരു സംഭവമാണ് ലക്ഷ്മീൻ്റെ നോമിനേഷനിൽ എല്ലാവരും പറയുന്നത്. ജിഷയിലും ജിഷയിലുമാണ് ഈ ജയിലിലേക്ക് പോകുന്നത്. ഇവർ എല്ലാവരും കൂടി തിരഞ്ഞെടുത്ത് ജയിലിലേക്ക് പറഞ്ഞയച്ച് വിടുന്നതാണ് കാണിച്ചിട്ടുള്ളത്. ഒരു ഡയലോഗും ഈ ഒരു ലക്ഷ്മി അടിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾക്ക് മാത്രം താമസിക്കാൻ പറ്റുന്ന ഒരു ജയിലാണ് എന്നാണ് പറയുന്നത്. ഒരു മാസമായിട്ടുള്ള ഒരു ഡയലോഗാണ് അവർ വേർഡ് പറഞ്ഞത്, അത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ അടുത്തതായിട്ട് ആര്യൻ അവിടെ നിൽക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. ജിഷയിലിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. അനീഷും ആദിലയും തമ്മിൽ ചെറുതായിട്ടൊന്ന് വഴക്കിടുന്നുണ്ട് വെസൽ ടീമിൽ. ആ പാത്രങ്ങൾ കഴുകി വെക്കാത്തത് കൊണ്ടാണ് ഈ ഒരു അനീഷാണെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയാണെങ്കിൽ പാത്രങ്ങളൊന്നും കഴുകി വെക്കുന്നില്ല, അവിടെ പോയി ഇരിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു അനീഷിനെ ഉറക്കത്തുനിന്ന് എണീപ്പിച്ച് വിടുന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വ്യക്തി.